നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ജീവിതാവസാനം വരെ ഭാഗ്യം കൊടുക്കുന്ന ഒരു യോഗത്തെയാണ് പരിചയപ്പെടുന്നത്. ആസ്ട്രോ മീഡിയയിലൂടെ അനവധി വിശേഷപ്പെട്ട യോഗങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. പ്രമാണപുരസ്സരം അതെല്ലാം നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഏത് കാലത്തും കാണാവുന്ന വീഡിയോകളാണ് നമ്മളെ ചാനലിൽ അധികം ഉള്ളത്. ഒരറിവും ചെറുതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു പൊട്ടേ നമുക്ക് കിട്ടിയെങ്കിൽ ആ പൊട്ട് നമ്മൾ സ്വീകരിക്കുക. അതിനെ വലുതാക്കിയെടുക്കാൻ പിന്നീട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ അറിവുകളെല്ലാം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുക. അതായത് ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, ജ്യോതിഷ പ്രേമികളുണ്ടാവും, അത്തരം ഗ്രൂപ്പുകളുണ്ടാവും. അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും പഠിക്കാം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇതിൻ്റെ പ്രമാണം ആദ്യം ഉദ്ധരിക്കാം. ധർമ്മോദയേശോ നവമോദയസ്ഥൗ തനുസ്ഥിതോ വാ തനുധർമ്മയാദോ സുരേന്ദ്രവന്ദ്യേക്ഷണ സംയുതശ്ചേത് സമേതി ജാത ചിരകാലഭാഗ്യം. ചിരകാലഭാഗ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ജീവിതാവസാനം വരെ എന്നാണ് അതിൻ്റെ അർത്ഥം. ധർമ്മോദയേശോ നവമോദയസ്ഥോ. ധർമ്മോദയശൻ എന്ന് പറയുമ്പോൾ ഒമ്പതാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുക. തനുസ്ഥിതോ വാ തനു ധർമ്മയാദോ. ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുക. അല്ലെങ്കിലോ ഇവർ രണ്ടാളും കൂടിയിട്ട് ലഗ്നത്തിൽ നിൽക്കുക. ആര്? ലഗ്നാധിപതിയും ഒമ്പതാം ഭാവാധിപതിയും. അവർക്ക് വ്യാഴത്തിൻ്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടായാൽ സുരേന്ദ്രവന്ദ്യേക്ഷണ സംയുതശ്ചൽ. സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ ദേവന്മാരുടെ അധിപതിയാണ് സുരേന്ദ്രൻ. ഇന്ദ്രൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ദ്രൻ ആണല്ലോ ദേവന്മാരുടെ അധിപതി. ഇന്ദ്രൻ വണങ്ങുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവഗുരു ആയിരിക്കുന്ന ബൃഹസ്പതി. അപ്പോൾ അത് എന്തിനാ അങ്ങനെയൊക്കെ വ്യാഴെന്നാ പറഞ്ഞാൽ പോരെ? അതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട്. അതിലേക്കിപ്പോൾ നമ്മൾ പോണില്ല. പക്ഷേ സുരേന്ദ്രവന്ദ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാണെന്ന് മനസ്സിലാക്കുക. സുരേന്ദ്രവന്ദ്യേക്ഷണ സംയുതൽ. ഈക്ഷണം എന്ന് പറയുമ്പോൾ ദൃഷ്ടി. അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ സംയുതമോ. സംയുതം എന്ന് പറയുമ്പോൾ യോഗം, കൂടിച്ചേരലോ. സമേതി ജാത ചിരകാലഭാഗ്യം. അങ്ങനെ ഉള്ളൊരു യോഗം വന്നു കഴിഞ്ഞാൽ ചിരകാലഭാഗ്യം അനുഭവിക്കാൻ തരണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഗ്രഹത്തിന് മൗഢ്യം പാടില്ല, നീചസ്ഥിതി പാടില്ല, പാപയോഗ ദൃഷ്ട്യാദികൾ പാടില്ല, ചന്ദ്രബലം ഉണ്ടാവണം. ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ സ്ഥിരം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ചന്ദ്രന് ബലം ഉണ്ടാച്ചാൽ മാത്രമേ ജാതകത്തിലെ യോഗങ്ങൾക്കെല്ലാം അനുഭവം ഉണ്ടാവൂ എന്നാണ്. അതായത് മൂലം കാലതൊരു സ്മൃതോ ഹിമരുചി എന്ന് പറയുന്ന പ്രമാണത്തിൽ കാലമാകുന്ന വൃക്ഷത്തിൻ്റെ വേരാണ് ചന്ദ്രൻ. വേരറ്റൊരു വൃക്ഷം എങ്ങനെയാണോ പുഷ്ടിപ്പെടാത്തത് അതുപോലെയാണത്രേ പക്ഷബലമില്ലാത്ത ചന്ദ്രൻ. അതായത് കറുത്തപക്ഷത്തിലൊക്കെ ജനിച്ച ആളുകളൊക്കെ ചന്ദ്രനൊക്കെ അഷ്ടമിക്ക് ശേഷം, കറുത്തപക്ഷത്തിൽ അഷ്ടമിക്കൊക്കെ ശേഷം ജനിച്ച ആളുകൾക്ക് യോഗത്തിൻ്റെ ഫലം കുറയും. ഇപ്പോൾ കേസരി യോഗം ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ മറ്റു രാജയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം കുറയും എന്നാണ്. എന്നാലും പൂർണ്ണമായിട്ട് കിട്ടാതിരിക്കില്ല, അനുഭവം കുറയും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ, ലഗ്നാധിപൻ ലഗ്നത്തിലും ഒമ്പതാം ഭാവനാഥൻ ഒൻപതിലും നിൽക്കുകയോ അല്ലെങ്കിൽ അവർ രണ്ടുപേരും ലഗ്നത്തിൽ നിൽക്കുകയോ അവർക്ക് വ്യാഴത്തിൻ്റെ യോഗദൃഷ്ടിയാദികൾ ഉണ്ടാവുകയോ ചെയ്താൽ ജീവിത അവസാനം വരെ അതിഭാഗ്യവാനായിട്ട് ജീവിച്ചിരിക്കും എന്നാണ്. ഇതൊക്കെ അനുഭവയോഗമാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് ആൾക്കാരെ ജാതകത്തിൽ കണ്ട് അവരുടെ ജീവിതം മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. ഒരു പബ്ലിക്കിന് കൊടുക്കുമ്പോൾ ജീവിതാനുഭവം കൂടി ഉണ്ടാവണം. സ്വന്തം അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജാതകത്തിൽ ഈ യോഗം ഇന്നും കണ്ടു. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറയാം. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഈ യോഗത്തെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു യോഗം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോളാം. ഇതിന് മഹാഭാഗ്യയോഗമെന്നോ അതിഭാഗ്യയോഗമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. മറ്റുള്ളവർ പറയുന്ന പോലെ അമാവാസി വന്നാലത്തെ ഉള്ള അതിഭാഗ്യയോഗമല്ല, ദീപാവലി വന്ന അതിഭാഗ്യയോഗം, അതിസമ്പന്നത, കോടീശ്വരത്വം, ഇതൊന്നും ജ്യോതിഷമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിയുക. അതൊന്നുമല്ല ജ്യോതിഷം. കൃത്യമായി പ്രമാണപുരസ്സരം നമുക്ക് പറയാൻ പറ്റണം. അതിൻ്റെ പ്രമാണം എന്താ, നിങ്ങൾ പറയുന്ന കാര്യത്തിൻ്റെ ലോജിക്ക് എന്താ, അല്ലെങ്കിൽ അതിൻ്റെ പ്രമാണം എന്താ ചോദിച്ചാൽ പറയാൻ സാധിക്കണം. അതിന് മാത്രമേ വാല്യുബിളായിട്ടുള്ള സ്ഥിതി ഉണ്ടാവുള്ളൂ. അല്ലാത്തതൊക്കെ നമ്മൾ തള്ളിക്കളയണം. സ്വന്തം അഭിപ്രായമാണ്, ഗർവാനാണെന്ന് മനസ്സിലാക്കിയിട്ട് തള്ളിക്കളയണം. അപ്പോൾ ശാസ്ത്രം ആർക്കും പഠിക്കാം. അത് വേദോക്തമാണ്, വേദത്തിൻ്റെ കണ്ണാണ്. കണ്ണില്ലാണ്ട ലോകത്തിലൊന്നും കാണാൻ പറ്റില്ല പറഞ്ഞ പോലെയാണ് അല്ലേ. പഞ്ചേന്ദ്രിയാണ് നയനം പ്രധാനം. കണ്ണിനാണ് അത്രയും വിശേഷം കൊടുത്തിട്ടുള്ളത്. നമുക്ക് മനോഹരമായി ലോകം കാണണമെങ്കിൽ കണ്ണ് വേണം. അതുതന്നെയാണ് ജ്യോതിഷം. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്,
നമുക്ക് നമ്മുടെ മനസ്സിലെ അന്ധകാരത്തെ നീക്കി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നൊരു ശാസ്ത്രമാണ്. അതിനെ ബഹുമാനിക്കുക, വന്ദിക്കുക, നമ്മൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അതിനും നെല്ലും പതിരും വേർതിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കേട്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ആസ്ട്രോമീഡിയയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ, ഈ ചാനലിലെ വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. നല്ലൊരു വേദി നമുക്ക് ഉണ്ടാവണം, നല്ലൊരു ചർച്ചാവേദി ഉണ്ടാവണം. അങ്ങനെയാണ് നമുക്കൊക്കെ പഠിക്കാനും വളരാനും സാധിക്കൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.